ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ പറഞ്ഞു പാർട്ട് 2 ഹിസ്റ്റോളജി ഓഫ് പൾപ്പാണ്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ഫങ്ഷൻസ് ഓഫ് പൾപ്പ്, അതുപോലെ തന്നെ എന്തൊക്കെ ചേഞ്ചസ് ആണ് പൾപ്പിൽ വരുന്നത് വിത്ത് ഏജ്, അതുപോലെ തന്നെ ബ്ലഡ് സപ്ലൈ, നെർവ് സപ്ലൈ ഓഫ് പൾപ്പ്, അതുപോലെ തന്നെ ക്ലിനിക്കൽ കൺസിഡറേഷൻസ് ഒക്കെയാണ് നമ്മളിതിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ കമ്മിങ് ഓൺ ടു ദ വീഡിയോ, നിങ്ങൾ നോക്കുക, ഫങ്ഷൻസ് ഓഫ് പൾപ്പ് ഞങ്ങൾ ഓർത്തിരിക്കുന്നത് നിമോണിക് വെച്ചിട്ടാണ്. എന്ത് നിമോണിക്കാണെന്നറിയോ? ഫൈൻസ്. ഓക്കെ, അപ്പോൾ ഫൈൻസിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഫോർമേറ്റീവ് ഫങ്ഷൻ, ഇൻഡക്റ്റീവ് ഫങ്ഷൻ, ന്യൂട്രീറ്റീവ് ഫങ്ഷൻ, ഡിഫെൻസീവ് ഫങ്ഷൻ ആൻഡ് സെൻസറി ഫങ്ഷൻ ഓഫ് പൾപ്പാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ അതിൽ ഞാൻ അവിടെ ഒരു ക്രൗൺ കൊടുത്തിട്ടില്ലേ? അപ്പോൾ ആർക്കാ ക്രൗൺ കൊടുത്തിരിക്കുന്നത്? ഇൻഡക്റ്റീവിന് അല്ലേ? അപ്പോൾ ആ പിക്ചർ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഇൻഡക്റ്റീവ് ഫങ്ഷനാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് പൾപ്പ് എന്ന് പറയുന്നത്. അതായത് ഓരോന്നായിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. ഫോർമേറ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത് ദ സെൽസ് ഓഫ് ദ പൾപ്പ്. ഇത് നിങ്ങൾ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. പൾപ്പിൻ്റെ റീജിയനിൽ നിന്നാണ് ഞാൻ നേരത്തെ തന്നെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നു, അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള കുറേ സെല്ലുകളുണ്ട്. അപ്പോൾ ആ സെല്ലുകളിൽ നിന്നാണ് ഫൈബ്രോബ്ലാസ്റ്റും ഒഡൻഡോബ്ലാസ്റ്റും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലുകൾ ഒറിജിൻ ചെയ്യുന്നത് ഫ്രം ദാറ്റ് ഓഫ് പൾപ്പിൽ കിടക്കുന്ന അൺഡിഫറൻഷ്യേറ്റഡ് സെല്ലുകളിൽ നിന്നാണ്. സോ ദാറ്റ് ഈസ് വൈ ഫോർമേറ്റീവ് ഫങ്ഷൻ ഓഫ് പൾപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒഡൻഡോബ്ലാസ്റ്റ് ഫോം ചെയ്താലല്ലേ സെക്കൻഡറി ഡെൻറ്റീനും അതുപോലെ തന്നെ പ്രൈമറി ഡെൻറ്റീനും ഒക്കെ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? പൾപ്പാണ്. സോ ദാറ്റ് ഈസ് ദ ഫോർമേറ്റീവ് ഫങ്ഷൻ ഓഫ് പൾപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്മിങ് ഓൺ ടു ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഫങ്ഷൻ ഓഫ് പൾപ്പ് എന്താണെന്ന് ക്വസ്റ്റ്യൻ MCQ ചോദിക്കാറുണ്ട്. അത് ഇൻഡക്റ്റീവ് ഫങ്ഷനാണ്. നിങ്ങൾ ഒരിക്കലും മറന്നു പോരുത്, ഇൻഡക്റ്റീവ് ഫങ്ഷനാണ്. അതായത് ഇറ്റ് വിൽ ഇൻഡ്യൂസ് ഓറൽ എപ്പിത്തീലിയൽ ഡിഫറൻസിയേഷൻ ഇൻ ടു ഡെൻറ്റൽ ലമൈന ആൻഡ് ഇനാമൽ ഓർഗൻ. അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് ഫങ്ഷനിൽ അവർ ഒഡൻഡോബ്ലാസ്റ്റ് സെൽസ് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡ്യൂസിങ് ദ ഇനാമൽ ഓർഗൻ ടു ഡിഫറൻഷിയേറ്റ് ഇൻ ടു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടൂത്ത് മോർഫോളജി. അപ്പോൾ പൾപ്പിൽ നിന്നുള്ള സെല്ലുകളാണ് മെയിനായിട്ട് ഡെൻറ്റൽ ലമൈനയുടെ പൊസിഷനും അതുപോലെ തന്നെ ഡെൻറ്റൽ ലമൈനയുടെ ഓറൽ എപ്പിത്തീലിയൽ ഡിഫറൻസിയേഷനും ഒഡൻഡോബ്ലാസ്റ്റ് സെല്ലുകൾ ഫോം ചെയ്യുന്നതും എല്ലാം തന്നെ ഇൻഡക്റ്റീവ് ഫങ്ഷൻ ഓഫ് പൾപ്പാണ്. ഓക്കെ, ആ ടൂത്തിൻ്റെ ഷേപ്പ് വരെ ഡിഫൈൻ ചെയ്യുന്നത് പൾപ്പിൻ്റെ ആ ഒരു പ്രസൻസ് കൊണ്ടാണ്. അവിടെയുള്ള അൺഡിഫറൻഷ്യേറ്റ് മീസെൻകൈമൽ സെൽസിൻ്റെ പ്രസൻസ് കൊണ്ടാണ്, ബ്ലഡ് സപ്ലൈ കൊണ്ടാണ്, നെർവ് സപ്ലൈ കൊണ്ടാണ്. അപ്പോൾ ഡെൻറ്റൽ പാപ്പിലയാണ് മെയിൻ കോർ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ടൂത്തിൽ. അപ്പോൾ ആ പെർട്ടിക്കുലർ ഏരിയ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് ഓഫ് ടൂത്ത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ഇൻഡക്റ്റീവ് ഫങ്ഷനാണ് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് പൾപ്പ് എന്ന് ചോദിച്ചാൽ. കമ്മിങ് ഓൺ ടു ന്യൂട്രീറ്റീവ് ഫങ്ഷൻ. അപ്പോൾ നമുക്കറിയാം, നിങ്ങളോട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ബ്ലഡ് സപ്ലൈ ഉണ്ട്. അപ്പോൾ ന്യൂട്രീഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? ബ്ലഡ് സപ്ലൈ വഴി. അപ്പോൾ വൈറ്റാലിറ്റി ഓഫ് ഡെൻറ്റീനും അതുപോലെ തന്നെ പൾപ്പിൽ റീജിയൻ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഈ ബ്ലഡ് സപ്ലൈ വഴി ഓക്സിജനും അതുപോലെ തന്നെ വേരിയസ് ന്യൂട്രിയൻസ് ഒക്കെ ഒഡൻഡോബ്ലാസ്റ്റിന് സപ്ലൈ ചെയ്യുന്നത് പൾപ്പ് ഈ ഒരു പെർട്ടിക്കുലർ റീജിയൻ വഴിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ന്യൂട്രീറ്റീവ് ഫങ്ഷൻ ഓഫ് പൾപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡെൻറ്റൈനൽ ഫ്ലൂയിഡിൻ്റെ കണ്ടിന്യൂസ് സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പൾപ്പ് തന്നെയാണ്. സോ ന്യൂട്രീറ്റീവ് ഫങ്ഷൻ ഓഫ് പൾപ്പ് അതാണ്. കമ്മിങ് ഓൺ ടു ഡിഫെൻസീവ് ഫങ്ഷൻ. ഓക്കെ, ഫൈൻസിൽ ഡിഫെൻസീവ് ഫങ്ഷൻ അല്ലെങ്കിൽ റെപ്പറേറ്റീവ് എന്നും വിളിക്കാം. അപ്പോൾ നമ്മൾ നിമോണിക് ഉണ്ടാകുമ്പോൾ D ആണ് നമ്മളതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിഫെൻസീവ് ഫങ്ഷനിൽ വരുന്നത് മെയിനായിട്ട് ഇവരിൽ എന്തൊക്കെയുണ്ട്? ഇൻഫ്ലമേറ്ററി സെൽസ് ഉണ്ടല്ലേ? അപ്പോൾ മാക്രോഫേജസ് ഉണ്ടാവും, ലിംഫോസൈറ്റ്സ് ഉണ്ടാവും, ന്യൂട്രോഫിൽസ് ഉണ്ടാവും, മോണോസൈറ്റ്സ്, പ്ലാസ്മ സെൽസ്, മാസ് സെൽസ്, അങ്ങനെ ഒത്തിരി ഡിഫെൻസിൻ്റെ സെല്ലുകൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇവർ ടേഴ്ഷ്യറി ഡെൻറ്റിൻ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഡ്യൂറിങ് എബ്രേഷനോ കേരീസോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ പുതിയ ഒഡൻഡോബ്ലാസ്റ്റ് സെൽസ് ഫോം ചെയ്ത് അതിൽ നിന്ന് ടേഴ്ഷ്യറി ഡെൻറ്റിൻ ഫോം ചെയ്യുന്നുണ്ട്. ആ പെർട്ടിക്കുലർ ഏരിയയിൽ ഒഡൻഡോബ്ലാസ്റ്റ് സെല്ലുകൾക്ക് മാത്രം ഡാമേജ് വന്നാൽ ആ പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് ഡെൻറ്റിൻ ഫോം ചെയ്യുന്നത്, ടേഴ്ഷ്യറി ഡെൻറ്റിൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡറിയും ടേഴ്ഷ്യറിയും തമ്മിൽ ഡിഫറൻസ് ചെയ്യാൻ പറഞ്ഞത്. പ്രൈമറി ആദ്യം ഉണ്ടാവുന്നത്, സെക്കൻഡറി ആഫ്റ്റർ ഇറപ്ഷന് ശേഷം ഉണ്ടാവുന്നത്, അത് കഴിഞ്ഞിട്ട് ടേഴ്ഷ്യറി എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റീസൺ കൊണ്ട്, ഓക്കെ, എബ്രേഷനോ കേരീസോ എന്തെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ അതാണ് ഡിഫെൻസീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹാവിങ് എ റിമാർക്കബിൾ റെപ്പറേറ്റീവ് എബിലിറ്റി. അത് ഡിഫെൻസീവ് ഫങ്ഷനിലാണ് വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ പൾപ്പിൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷനാണ്. എന്ത് എഫക്റ്റ് വന്നാലും ഫസ്റ്റ് പൾപ്പ് റെസ്പോണ്ട് ചെയ്യുക ഇൻഫ്ലമേഷൻ ആയിട്ടാണ്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിട്ട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. പൾസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് റെസ്പോൺസ് ഓഫ് പൾപ്പ് എന്താണ്? അത് ഇൻഫ്ലമേഷനാണ്. അത് ഒബ്വിയസ് ആണ്, ഇൻഫ്ലമേഷനാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്മിങ് ഓൺ ടു ദ ലാസ്റ്റ് ഫങ്ഷൻ, ഇറ്റ് ഈസ് സെൻസറി ഓർ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ. ഓക്കെ, ലാസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് സെൻസറി ഓർ പ്രൊട്ടക്റ്റീവ് ഫങ്ഷനാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് എന്തിനൊക്കെ സെൻസേഷൻ വരുന്നുണ്ട്? ഹീറ്റിന് വരുന്നുണ്ട്, കോൾഡിന് വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഡെൻറ്റൽ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ പറഞ്ഞിരുന്നു, അകത്തോട്ടും പുറത്തോട്ടും അല്ലേ? ഹീറ്റ് സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ എങ്ങോട്ടാണ്, കോൾഡ് സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ എങ്ങോട്ടാണ് ഡെൻറ്റൽ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ
വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ മൂവ്മെൻറ്റ്, നമ്മുടെ ബോഡി മൂവ്മെൻറ്റിന് പൾപ്പ് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവിടെ പൾപ്പിനൊരു സ്റ്റിമുലസോ പൾപ്പിന് ഒരു തരത്തിലുള്ള ആക്ഷനും ഇല്ല, ഒരു തരത്തിലുള്ള റോളില്ല എന്ന് പറയുന്നത് നമ്മുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അത് സെൻസ് ചെയ്യാനുള്ള കഴിവോ അത് സെൻസ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവോ നമ്മുടെ ടൂത്തിൻ്റെ പൾപ്പുകൾക്കില്ല. സോ അതിനാണ് പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറയാം. ഓക്കെ, അവെയർനെസ് ഓഫ് ദ പൊസിഷൻ ചേഞ്ച്. ഒരു സിക്സ്ത് സെൻസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, എന്തെങ്കിലും ഒരു സാധനം മൂവ് ചെയ്യാൻ വരുമ്പോൾ, എന്തെങ്കിലും സാധനം നമ്മുടെ മേത്തേക്ക് വീഴാൻ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങ് മാറും അല്ലേ. അപ്പോൾ അതാണ് അവെയർനെസ് ഓഫ് പൊസിഷൻ, അല്ലെങ്കിൽ ആ ഒരു സിക്സ്ത് സെൻസ് എന്നൊക്കെ നമ്മൾ സാധാരണ ലോക്കലി പറയാറുണ്ട്. അപ്പോൾ അതായത് നമുക്ക് ആ ഒരു പൊസിഷൻ്റെ ആ ചേഞ്ച് അത് നമുക്ക് അവെയർ ആണോ അല്ലയോ. ഇപ്പോൾ ഒരാൾ നമ്മളുടെ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ടൈം, പ്ലേസ് ആൻഡ് പൊസിഷൻ, അതിനോട് അക്കസ്റ്റം ടു പ്ലേസ്, ടൈം ആൻഡ് പൊസിഷൻ ആണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാറുണ്ട് ഇല്ലേ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലിംഫ് നോഡ് എക്സാമിനേഷനും അതൊക്കെ നമ്മൾ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ആ കേസ് ഹിസ്റ്ററി എഴുതുമ്പോൾ നിങ്ങൾ പൊസിഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് നമ്മൾ കേസ് ഹിസ്റ്ററിയിൽ. അപ്പോൾ അതാണ് പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറയുന്നത്. കമ്മിങ് ഓൺ ടു ദ ബ്ലഡ് സപ്ലൈ ഓഫ് പൾപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ടത്, എന്തിനാണ് നമ്മൾ ബ്ലഡ് സപ്ലൈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൾപ്പിൽ വരുന്നത്. നമ്മൾ വൈറ്റാലിറ്റി ടെസ്റ്റുകൾ നോക്കുന്നുണ്ട് അല്ലേ. കൺസേർവിൽ എൻഡ്യൂവിൽ എന്ന് വരുമ്പോൾ നമുക്ക് വൈറ്റാലിറ്റി ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ടൂത്തിൻ്റെ വൈറ്റാലിറ്റി ചെക്ക് ചെയ്യുന്നത് അതിന് ബ്ലഡ് സപ്ലൈ ഉണ്ടോ അതോ നെർവ് സപ്ലൈ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പക്ഷേ നെർവ് സപ്ലൈ നോട്ട് റിലേറ്റഡ് ടു ഒരു വൈറ്റാലിറ്റി ഓഫ് ടൂത്ത് മെയിനായിട്ട് ഗവേൺ ചെയ്യുന്നത് അതിൻ്റെ ബ്ലഡ് സപ്ലൈ മാത്രമാണ്, നോട്ട് നെർവ് സപ്ലൈ. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ് MCQയിൽ. വൈറ്റാലിറ്റി ഓഫ് ദ ടൂത്ത് ഡിറ്റർമിൻ ചെയ്ത് പ്യുവർലി ബേസ്ഡ് ഓൺ വാസ്കുലർ സപ്ലൈ മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിൻ്റെ കണ്ടൻറ്റ് അറിയാം നിങ്ങൾക്ക്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് വരുമ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ടൂത്തിൻ്റെ ഫസ്റ്റ് റെസ്പോൺസ്, പൾപ്പിൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് ഇൻഫ്ലമേഷനാണ്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ബ്ലഡ് വെസൽസിലെ കോമ്പണൻസ് ആണ്. ലിംഫോസൈറ്റ്സ്, അത് മോണോസൈറ്റ്സ് ഒക്കെയാണ് ഇൻഫ്ലമേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി ഇവർ അറൈസ് ചെയ്യുന്നത് ഫ്രം ദ ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ ആൽവുലാർ ആർട്ടറി എന്നാണ് ബ്ലഡ് വെസൽസ് അറൈസ് ചെയ്യുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഒരു ബ്ലഡ് വെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലഡ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആർട്ടറീസും ഉണ്ട് വെയിൻസും ഉണ്ട്. പൾപ്പിനകത്ത് ആർട്ടറീസും ഉണ്ട് വെയിൻസും ഉണ്ട്. അത് മാത്രമല്ല ആർട്ടീരിയോ വീനസ് കണക്ഷൻസും ഉണ്ട്. അതായത് ആർട്ടറിയും വെയിനും തമ്മിൽ വരുന്ന ജോയിൻറ്റുകൾ വരുന്ന അനസ്റ്റമോസിസ് വരുന്ന റീജൻസും വിത്തിൻ ദ പൾപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെയാണ് പ്ലെക്സസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ എലോങ് ദ പൾപ്പിൽ വിത്തിൻ തന്നെ നമുക്ക് ആർട്ടറീസ് കാണാം, വെയിൻസ് കാണാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആർട്ടറിയോ വീനസ് അനസ്റ്റമോസിസും കാണാൻ പറ്റും. അപ്പോൾ വൈറ്റാലിറ്റി ഓഫ് പൾപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്യുവർലി ബേസ്ഡ് ഓൺ വാസ്കുലർ സപ്ലൈ ആണ്. അത് ഓർത്ത് വയ്ക്കുക. കമ്മിങ് ഓൺ ടു നമ്മൾ ബ്ലഡ് സപ്ലൈയിൽ നമ്മൾ ആ പർട്ടിക്കുലർ ഡയഗ്രാം നിങ്ങൾ നോക്കുക. അപ്പോൾ അവിടെ ആർട്ടീരിയോ വീനസ് ഷണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്കിലെ പിക്ചറാണ് 10 കേറ്റ്സിൽ. അപ്പോൾ അതിൽ പറയുന്നത് ആർട്ടറി ഉണ്ട് വെയിൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുന്ന ഏരിയാസിൽ കാണുന്ന ജോയിനിങ് ആണ് ഷണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആ പെർട്ടിക്കുലർ ഏരിയയിൽ ബൾജിങ് ഓഫ് എൻഡോത്തീരിയൽ സെൽസ് കാണാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് പിക്ചർ കാണിക്കുന്നത് ബി കാണിക്കുന്നത് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള എൻഡോത്തീരിയൽ സൈൻസ് ആണ്. അത് വെന്യൂൾസ് ആണ് കാണിക്കുന്നത്. മറ്റത് ആർട്ടറീസ് ആണ്, ഇത് വെയിൻസ് ആണ്. ഫസ്റ്റത്തെ ആർട്ടറിയുടെ ഇതും സെക്കൻഡ് വെയിൻസും ആണ്. അപ്പോൾ അതെങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആർട്ടറീസ് ആണെങ്കിൽ ആ ഉള്ളിലത്തെ സെല്ലുകളുണ്ടല്ലോ, അതാണ് എൻഡോത്തീരിയൽ സെൽസ് എന്ന് പറയുന്നത്. അതെല്ലാതും ബൾജ്ഡ് ആയിരിക്കും. വെറസ് ഇൻ ദ കേസ് ഓഫ് വെയിൻസ് ആണെങ്കിൽ അത് കുറച്ചും കൂടി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഇതായിരിക്കും. ഓക്കെ, ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും. അതുപോലെ തന്നെ കണക്ഷൻ വരുന്ന ഏരിയാസും കാണാം. അകത്തുള്ളതൊക്കെ ബ്ലഡ് സെൽസ് ആണ് കേട്ടോ. ആ ബ്ലാക്ക് ഒക്കെ കാണിക്കുന്നതൊക്കെ ബ്ലഡ് സെൽസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ബ്ലഡ് സപ്ലൈ ഉള്ള ഏരിയ കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഈ കാപ്പിലറീസിനോട് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് വിളിക്കുന്ന പേരാണ് പെരിസൈറ്റ്സ് എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഫൈബ്രോബ്ലാസ്റ്റ് ഉണ്ട്, ഓഡൻഡോസൈറ്റ്സ് ഉണ്ട്, അപ്പോൾ ഓഡൻഡോബ്ലാസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറേ സെല്ലുകൾ ഫൈബ്രോബ്ലാസ്റ്റ് കൊളാജൻ ഫോം ചെയ്യും എന്നൊക്കെ പറഞ്ഞു നമ്മൾ. അപ്പോൾ എബണ്ടൻ്റ് ആയിട്ട് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽസ് ഓഫ് പൾപ്പ് എന്ന് പറയുന്നത് ഫൈബ്രോബ്ലാസ്റ്റ് ആണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ പാർട്ട് 1 കാണാനകത്ത് ഞാൻ ക്ലിയർ ആയിട്ട് ഏതൊക്കെ സെല്ലുകളാണ് പൾപ്പിൽ വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഫൈബ്രോബ്ലാസ്റ്റുകൾ കാപ്പിലറീസിനോട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നവരെയാണ് പെരിസൈറ്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, പെരിസൈറ്റ്സ് അസോസിയേറ്റഡ് ആയിട്ട് കിടക്കുന്ന കാപ്പിലറീസിനോട് അസോസിയേറ്റഡ് ആയി കിടക്കുന്നതുകൊണ്ട് പെരിസൈറ്റ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ദേ ആർ ലൈങ് ഓൺ ദ സർഫസ് ഓഫ് വെസൽസ്. അപ്പോൾ അവർക്ക് കോൺട്രാക്റ്റൽ പ്രോപ്പർട്ടീസ് ആണ്. റെഡ്യൂസിങ് ദ കാപ്പിലറി ലൂമൻ കുറയ്ക്കാനും വലിപ്പം വയ്ക്കാനൊക്കെ ആ ബ്ലഡ് വെസൽ വലുതാവുക ചെറുതാവുക അങ്ങനെ ആ ഒരു പ്രോപ്പർട്ടിയാണ് ഈ പർട്ടിക്കുലർ പെരിസൈറ്റ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് MCQ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ബ്ലഡ് സപ്ലൈനെ കുറിച്ച് പഠിക്കാനുള്ളത്.
കമ്മിങ് ഓൺ ടു ലിംഫാറ്റിക് ചാനൽസ്. അപ്പോൾ പൾപ്പിൻ്റെ ഉള്ളിൽ ലിംഫ് വെസൽസും ഉണ്ട്, ബ്ലഡും അതുപോലെ തന്നെ നെർവ്സും മാത്രമൊന്നുമല്ല, ലിംഫാറ്റിക് ചാനൽസും ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ മേക്ക് ഔട്ട് ചെയ്യാമെന്നറിയോ? ആ ഡയഗ്രാം നോക്കിയാൽ മതി. അതിനകത്ത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച ആ ബ്ലാക്ക് കളർ ബ്ലഡ് സെൽസ് കാണുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ കാണാണ്ട് ക്ലിയർ ആയിട്ട് കാണുന്ന, ഇങ്ങനെ വട്ടത്തിൽ കാണുന്ന ക്ലിയർ ആയിട്ടുള്ള വാക്യൂൾസ് മാതിരിയുള്ളത് ലിംഫാണ്. അതിൻ്റെ ഉള്ളിൽ ലിംഫാറ്റിക് വെസൽസ് ആണ്. ഓക്കെ, അപ്പോൾ അവർ തിന്നായിരിക്കും, തിൻ വോളായിരിക്കും അവർക്ക് ഉണ്ടാവും. മറ്റേ ആർട്ടറീസ് ആണെങ്കിൽ എൻഡോത്തീലിയൽ സെൽസ് ഭയങ്കര പ്ലംപ്പായിട്ട് കണ്ടു, വെയിൻസ് ആണെങ്കിൽ കുറച്ചുകൂടി ഫ്ലാറ്റ് ഉണ്ടായി കണ്ടു. ലിംഫാറ്റിക് വെസൽസ് ആണെങ്കിൽ തീരെ തിൻ വോളായിരിക്കും ബ്ലഡ് വെസൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് വെസൽസിൽ എന്ത് കണ്ടു? ബ്ലഡ് സെൽസ് കണ്ടില്ലേ, ബ്ലാക്ക് കളറിൽ. പക്ഷേ ഇവിടെ ക്ലിയർ ആണ്. അപ്പോൾ ഇത് ലിംഫാറ്റിക് വെസൽസ് ആണ്. നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ MCQ പോയിന്റിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെയിനായിട്ട് നിയർ വീൽ സോൺ, അതായത് വീൽ സോൺ ഏതാ? സെൽ ഫ്രീ സോൺ അല്ലേ? സെൽ ഫ്രീ സോണാണ് വീൽ സോൺ. അപ്പോൾ പൾപ്പിൻ്റെ സോൺസ് നമ്മൾ കഴിഞ്ഞ പാട്ടിൽ പഠിച്ചതാണ്, അപ്പോൾ പഠിക്കാത്തവരൊന്ന് നോക്കുക. അപ്പോൾ വീൽ സോണിലാണ്, അത് സെൽ ഫ്രീ സോൺ ഏരിയയിലാണ് മെയിനായിട്ട് ലിംഫാറ്റിക് വെസൽസ് ഒക്കെ ബ്ലൈൻഡ് ഓപ്പണിങ്സ് ഒക്കെ ആയിട്ട് അവിടെ പ്രസൻ്റ് ആയിട്ട് കൂടുതൽ കാണുന്നത്. ആ ഏരിയയിലാണ് ലിംഫാറ്റിക് വെസൽസ് കൂടുതലായിട്ട് കാണുന്നത്. അതാണ് MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. കമ്മിങ് ഓൺ ടു ദ നെർവ് സപ്ലൈ ഓഫ് പൾപ്പ്. അപ്പോൾ മെയിൻലി നമ്മൾ ഓർക്കേണ്ടത് നെർവ്സ് എന്ന് പറയുന്നത് നമുക്ക് മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ്സ് ഉണ്ട്, നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ്സ് ഉണ്ട്. അപ്പോൾ അതാണ് എല്ലാവർക്കും ഡൗട്ട് വരാറുള്ള ഒരു പോർഷൻ, നെർവിൻ്റെ സപ്ലൈ ഓഫ് പൾപ്പിൽ. അപ്പോൾ എന്താണ് മൈലിനേറ്റഡ്, എന്താണ് നോൺ മൈലിനേറ്റഡ്? നമുക്കറിയാം, നമ്മുടെ നെർവിൻ്റെ ന്യൂറോണിൻ്റെ ആ ഒരു ആക്സൺ, ആ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിൽ മൈലിൻ ഷീത്ത് അറിയാം അല്ലേ? നെർവിൻ്റെ ആക്സോൺമ ചുറ്റിനും ഒരു കവറിങ് ഉണ്ടാവും. ആ കവറിങ്ങിനാണ് മൈലിൻ ഷീത്ത് എന്ന് വിളിക്കുക. അപ്പോൾ ആ മൈലിൻ ഷീത്ത് ഇല്ലാത്തവരാണ് നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ് ഫൈബേഴ്സ്. അപ്പോൾ പൾപ്പിൽ കാണുന്ന നെർവ്സ് എല്ലാം കൂടുതലായിട്ട് നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ് ഫൈബേഴ്സാണ്. അതുപോലെ തന്നെ ദീസ് ആർ മെയിൻലി സെൻസറി ആയിട്ടുള്ള ഫൈബേഴ്സ് ആയിരിക്കും, പ്രിൻസിപ്പലി സെൻസറി ആയിരിക്കും. നമുക്കറിയാം സെൻസേഷനുണ്ട്, മോട്ടാറും ഉണ്ട് അല്ലേ? സ്റ്റിമുലസിനോട് സെൻസറി ഫംഗ്ഷനുണ്ട്, അതുപോലെ തന്നെ റിപ്ലൈ കൊടുക്കുന്നതിന് മോട്ടാർ ഫംഗ്ഷൻ, മസിൽസൊക്കെ മോട്ടാർ ഫംഗ്ഷനാണ്. അപ്പോൾ സെൻസറി എഫറൻറ്റ് നെർവ്സ് ആണ് മെയിനായിട്ട് നമുക്ക് പൾപ്പിലുള്ളത് സെൻസേഷന് വേണ്ടിയിട്ട്. അത് മെയിൻലി ഫ്രം ദാറ്റ് ഓഫ് ട്രൈജമൈനൽ നെർവാണ് ആൻഡ് സിമ്പത്തറ്റിക് ബ്രാഞ്ചസ് ഓഫ് സുപ്പീരിയർ സെർവൈക്കൽ ഗാംഗ്ലിയോൺ ആണ്. അപ്പോൾ ആ പർട്ടിക്കുലർ പോർഷൻ ഓർത്ത് വയ്ക്കുക. എയിംസ് ലെവലിലൊക്കെ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്, നീറ്റിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ nerve bundles that enter the tooth pulp consist of principally sensory efferent fibers of mainly ഏതൊക്കെ നെർവ്സ് ആണ്? ട്രൈജമൈനൽ നെർവും അതുപോലെ തന്നെ സിമ്പത്തറ്റിക് ബ്രാഞ്ച് ഓഫ് സുപ്പീരിയർ സെർവൈക്കൽ ഗാംഗ്ലിയോൺ. ഓക്കെ, അപ്പോൾ മെയിൻലി എന്ത് ഫൈബേഴ്സാണ് ഇവരൊക്കെ? നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ് ഫൈബേഴ്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് മൈലിനേറ്റഡ്, എന്താണ് നോൺ മൈലിനേറ്റഡ്. ഇനി ഇവർ ഏത് ഭാഗത്താണ് കാണുക? അതാണ് പിന്നത്തെ ക്വസ്റ്റ്യൻ വരാറ്. ഏത് ഭാഗത്താണ്? സെൽ റിച്ച് സോണിലാണ് കാണുക. അപ്പോൾ ലിംഫ് എവിടെ കാണുന്നത്? സെൽ ഫ്രീ സോണിൽ. അത് കഴിഞ്ഞിട്ടാണ് സെൽ റിച്ച് സോൺ. അപ്പോൾ സെൽ റിച്ച് സോണിൽ കാണുന്നവരാണ് ആര്? നമ്മുടെ മെയിൻ ആയിട്ടുള്ള നെർവ്സ്. അപ്പോൾ ആ ഭാഗത്ത് കാണുന്ന നെർവ്സിനെ വിളിക്കുന്ന ഒരു പെർട്ടിക്കുലർ നെയിം ഉണ്ട്, പ്ലെക്സസ് ഓഫ് റാഷ്കോ. അവർ വിളിക്കുന്ന പേരാണ് പ്ലെക്സസ് ഓഫ് റാഷ്കോ. Okay, so the peripheral axons form a network of nerves located adjacent to the cell rich zone, and this is termed as parietal layer of nerves, also known as plexus of Raschko. അതിൽ രണ്ടും വരും, മൈലിനേറ്റഡും വരും നോൺ മൈലിനേറ്റഡ് ഫൈബേഴ്സും വരും. അപ്പം ഞാൻ പറഞ്ഞു മെയിൻലി പൾപ്പിൽ നോൺ മൈലിനേറ്റഡ് ആണ്, പക്ഷേ സെൽ റിച്ച് സോൺ ഏരിയയിൽ വരുന്ന നെർവ്സ് ആ ഭാഗത്ത് വരുന്ന പെരിഫറൽ ആക്സൻസ് ഓഫ് ഫോമിങ് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. ആ നെറ്റ്വർക്കിൽ രണ്ടുപേരും വരും, മൈലിനേറ്റഡും നോൺ മൈലിനേറ്റഡ് ഫൈബേഴ്സും വരും. അവരെയാണ് പ്ലെക്സസ് ഓഫ് റാഷ്കോ എന്ന് വിളിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡയഗ്രാമാറ്റിക്കലി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്ലെക്സസ് ഓഫ് റാഷ്കോ നിങ്ങൾ മറന്നു പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡയഗ്രാം ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ഡയഗ്രാം നോക്കുക. ഫസ്റ്റത്തെ എയും ബിയും, ഫസ്റ്റത്തെ ഡയഗ്രാം അതിൻ്റെ ലേബിളാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഫോട്ടോഗ്രാഫ്സ് ഓഫ് ടൂത്ത് ഷോയിങ് ദ ജനറൽ പാറ്റേൺ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ നെർവ്സ് ആൻഡ് വെസൽസ് ഇൻ റൂട്ട് കനാലാണ് ആദ്യത്തെ, പൾപ്പ് ചേമ്പറാണ് രണ്ടാമത്തെ. അപ്പോൾ ജനറലി എങ്ങനെയാണ് നെർവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അത് റൂട്ട് കനാലിൻ്റെ ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് ക്രൗൺ പോർഷനിൽ എങ്ങനെയാണ് അറേഞ്ച്ഡ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സെക്കൻഡ് പിക്ചർ നോക്കൂ. സെക്കൻഡ് പിക്ചറിൽ നിങ്ങൾക്ക് കാണുന്നത്, ഞാൻ സിമ്പിളായിട്ട് പറയാം, നെർവ്സ് ഇൻ റാഡിക്കുലർ പൾപ്പാണ്. ഓക്കെ, നെർവ്സ് ഇൻ റാഡിക്കുലർ ഏരിയ ആണ്. അപ്പോൾ സൈഡിൽ നെർവ്സ് ഒഡൻഡോബ്ലാസ്റ്റ് ലെയറാണ് ആദ്യം കാണുന്നത്. താഴെ കാണുന്ന ലെയറിൽ നിങ്ങൾക്ക് നെർവ്സ് കാണാൻ പറ്റും, പക്ഷേ അവിടെ നെറ്റ്വർക്ക് ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ പ്ലെക്സസ് ഓഫ് റാഷ്കോ അല്ലാതെ, അത് പ്ലെക്സസ് ഓഫ് റാഷ്കോ ഇല്ലാണ്ട് അവിടെ ബ്രാഞ്ചസ് ഓഫ് നെർവ്സ് മാത്രമാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇനി പ്ലെക്സസ് ഓഫ് റാഷ്കോ എന്താണെന്ന് നിങ്ങൾ നോക്കുക. അതാണ് തേർഡ് പിക്ചർ. ഓക്കെ, തേർഡ് പിക്ചർ, അതായത് ഇതേ ഓഡൻഡോബ്ലാസ്റ്റിൻ്റെ ലെയറിൻ്റെ അവിടെ
ഭയങ്കരമായിട്ട് ഒത്തിരി നെറ്റ്വർക്ക് വരുവാണെങ്കിൽ, ഒത്തിരി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വല മാതിരി വരുവാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് പ്ലെക്സസ് ഓഫ് റാഷ്കോ. അപ്പോൾ അത് ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഇമേജും തേർഡ് ഇമേജും കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക്. അപ്പോൾ ഈ വെറുതെ ഫൈബേഴ്സ് മാത്രം കിടക്കുകയാണെങ്കിൽ അതിനെ പ്ലെക്സസ് ഓഫ് റാഷ്കോ എന്ന് വിളിക്കില്ല. നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്യുവാണെങ്കിൽ അതിനെ, അപ്പോൾ ആ ഒഡൻഡ്രോബ്ലാസ്റ്റ് ലെയർ കാണാൻ അതിൻ്റെ തൊട്ട് താഴെ ഞാൻ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നെറ്റ്വർക്കാണ് ഫോം ചെയ്തത്, വല മാതിരി വെബ് മാതിരി കിടക്കുന്നത്. അപ്പോൾ അതിനെയാണ് പ്ലെക്സസ് ഓഫ് റാഷ്കോ എന്ന് വിളിക്കുക. ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് മൈലിനേറ്റഡ് ആൻഡ് നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള ഫൈബേഴ്സ്. അപ്പോൾ അത് ഏത് സോണാണ്? സെൽ റിച്ച് സോൺ. ഇത്രയും ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഹിസ്റ്റോളജിക്കലി പ്ലെക്സസ് ഓഫ് റാഷ്കോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നോക്ക്, ഈ പിക്ചർ നോക്ക്, സി കണ്ടോ? അതാണ്. അപ്പോൾ ആദ്യത്തെ എ ഭാഗം നോക്കുക, ആ എ കൊടുത്തിരിക്കുന്നതാണ് ഒഡൻഡ്രോബ്ലാസ്റ്റിൻ്റെ ലെയറാണ്, അപ്പുറത്തെ ഡെൻറ്റീനാണ് കിടക്കുന്നത്. അത് ഒഡൻഡ്രോബ്ലാസ്റ്റ് ലെയർ ഓഫ് പൾപ്പാണ് കേട്ടോ. അപ്പോൾ ഒഡൻഡ്രോബ്ലാസ്റ്റിൻ്റെ പൾപ്പിൽ തന്നെ സോൺസാണ് കാണിക്കുന്നത്. ഒഡൻഡ്രോബ്ലാസ്റ്റിൻ്റെ ലെയർ ഫസ്റ്റ് സോൺ, പിന്നെ സെൽ ഫ്രീ സോൺ കാണാം നിങ്ങൾക്ക്. ഓക്കെ, ഒന്നുമില്ലാണ്ട് വെയിൽ സോൺ. ഓക്കെ, അപ്പോൾ പാർട്ട് 1 കാണാത്തവർക്ക് ഒന്നുകൂടെ കാണാം. സെൽ ഫ്രീ സോൺ ഓഫ് വെയിൽ. പിന്നെ സി കൊടുത്തിരിക്കുന്നതാണ് സെൽ റിച്ച് സോൺ, അവിടെയാണ് നെർവ്സിൻ്റെ പ്ലെക്സസ് ഓഫ് റാഷ്കോ കാണുന്നത്. കമ്മിങ് ഓൺ ടു റിഗ്രസീവ് ചേഞ്ചസ് ഓഫ് പൾപ്പ്. എന്തൊക്കെ ചേഞ്ചസ് ആണ് പൾപ്പിൽ വരുന്നത്? അപ്പോൾ നമ്മൾ ഫങ്ഷൻസ് പഠിച്ചു, ഫൈൻസ് എന്ന് ഓർത്താൽ മതി കേട്ടോ. അതിൽ ഐക്കാണ് ഞാൻ ക്രൗൺ കൊടുത്തിട്ടുള്ളത്. ഇൻറ്റക്റ്റീവ് ഫംഗ്ഷനാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫൈൻസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലഡ് സപ്ലൈ പഠിച്ചു, അതാണ് വൈറ്റാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് നെർവ് സപ്ലൈ പഠിച്ചു, പ്ലെക്സസ് ഓഫ് റാഷ്കോ കണ്ടു നിങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ പൾപ്പിന് വരുന്നത്, എന്തൊക്കെ ചേഞ്ചസ് ഓഫ് പൾപ്പാണ് വരുന്നത്? ഏജ് ആകുമ്പോൾ കുറേ ചേഞ്ചസ് വരും. സെല്ലുലാർ ചേഞ്ച്, പൾപ്പിൻ്റെ ചേമ്പർ തന്നെ കുഞ്ഞിതാവും അല്ലേ? ഞാൻ പറഞ്ഞു സെക്കൻഡറി ഡെൻറ്റിൻ ഫോം ചെയ്യുന്ന സമയത്ത് ആ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത്. അത് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചോദിക്കാറുണ്ടെന്നും പറഞ്ഞു ഞാൻ. സെക്കൻഡറി ഡെൻറ്റിൻ ഡെപ്പോസിഷൻ കാരണം ഓൾഡ് ഏജ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ കനാൽസ് ഭയങ്കര ലൊക്കേറ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇൻ്റർവ്യൂവിന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കാറെന്താണെന്നറിയോ? ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നിങ്ങൾ ഉപയോഗിക്കുക? ഓക്കെ, മെയിനായിട്ട് പൾപ്പ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇനി ഓൾഡ് ഏജ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് എന്താണ് നമ്മൾ എന്ത് പ്രിക്കോഷൻസ് ആണ് എടുക്കുക എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറയുന്നത് അവരിൽ പൾപ്പ് ചേമ്പർ റെഡ്യൂസ്ഡ് ആയിരിക്കും, അപ്പോൾ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് 6, 8, 10 ഫയൽ നമ്പേഴ്സ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ സാധാരണ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ പൾപ്പ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പൾപ്പ് റീജിയൻ കനാൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി 6, 8, 10 ഒന്നും ഉപയോഗിക്കാറില്ല. കുറച്ചുകൂടി ബിഗ്ഗർ ആയിട്ട് എടുക്കും നമ്മൾ. പക്ഷേ 6, 8, 10 ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് അതിൽ ക്ലിനിക്കൽ ആസ്പെക്റ്റിൽ ഇൻ്റർവ്യൂവിനൊക്കെ വരുമ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതല്ലാണ്ട് വരുന്ന സെല്ലുലാർ ചേഞ്ചസ് ഞാൻ പറയാം. സെല്ലുലാർ ചേഞ്ചസ് എന്ന് പറയുന്നത് സെൽസ് എല്ലാം റെഡ്യൂസ് ആവും. ഓക്കെ, അതുപോലെ തന്നെ ചേമ്പർ റെഡ്യൂസ് ആവും സെക്കൻഡറി ഡെൻറ്റിൻ്റെ ഫോർമേഷൻ കൊണ്ട്. പിന്നെ വരുന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത് പൾപ്പിൽ ഫൈബ്രോസിസ് സംഭവിക്കും. ഞാൻ പറഞ്ഞു കൊളാജൻ, ഫൈബ്രോബ്ലാസ്റ്റാണ് കൂടുതൽ, അവർ കൊളാജൻ ഫോം ചെയ്യുന്നവരാണ്. ഏത് ടൈപ്പ് ഓഫ് കൊളാജനാണ്? കൊളാജൻ ടൈപ്പ് 1 ആണ് മെയിൻ, പിന്നെ ടൈപ്പ് 3 ഉണ്ട്, മെയിൻലി ടൈപ്പ് 1 ആണ്. അപ്പോൾ ഈ കൊളാജൻ ഫൈബ്രോസിസ് നടക്കുകയാണ്. ബണ്ടിൽസ് ഓഫ് കൊളാജൻ ഫൈബേഴ്സ് ഫോം ചെയ്യുന്നു. അവരുടെ ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ആ പൾപ്പിൽ ആ റീജിയൻ മൊത്തം അവരങ്ങ് ഓക്യുപ്പൈ ചെയ്യുക. അപ്പോൾ ദീസ് ആർ അറേഞ്ച് ലോങ്ങിറ്റ്യൂഡിനലി ഇൻ കേസ് ഓഫ് റാഡിക്കുലാർ പൾപ്പാണ്. കൊറോണൽ പൾപ്പിലാണെങ്കിൽ കുറച്ചുകൂടിയും ഡിഫ്യൂസ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഫൈബ്രോസിസ് ഇൻ ഓൾഡ് ഏജിൽ വരുമ്പോൾ റാഡിക്കുലാർ റീജിയനിൽ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ലോങ്ങിറ്റ്യൂഡിനലി പ്ലേസ്ഡ് ആണ്. കമ്മിങ് ഓൺ ടു അനദർ ചേഞ്ച് ആണ് പൾപ്പ് സ്റ്റോൺസ് ഓർ അതർവൈസ് നോൺ ആസ് ഡെൻറ്റൈക്കിൾസ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡെൻറ്റിക്കിൾസ് എന്ന് വിളിക്കും, അതിനെ പൾപ്പ് സ്റ്റോൺസ് എന്ന് വിളിക്കും. അത് കഴിയുമ്പോൾ പൾപ്പ് സ്റ്റോൺ എന്താ? ഡെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടൈപ്സ് ഓഫ് ഡെൻറ്റിക്കിൾസ് എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വാട്ട് ഇസ് ട്രൂ ഡെൻറ്റിക്കിൾ എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഫോൾസ് ഡെൻറ്റിക്കിൾ എന്നൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ പൾപ്പ് സ്റ്റോൺ തന്നെയാണ് ഡെൻറ്റിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാട്ട് ആർ ദേ? അപ്പോൾ അതൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ചേഞ്ച് ആണ്, ഏജ് ചേഞ്ച് തന്നെയാണ്. അപ്പോൾ സെല്ല് ചേഞ്ച് ചെയ്യണു, അതുപോലെ തന്നെ ഫൈബ്രോസിസ് നടക്കണു, അതുപോലെ തന്നെ നമുക്ക് ഓൾഡ് ഏജ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ കാണുന്നതാണ് പൾപ്പ് സ്റ്റോൺസ്. അവർ കാൽസിഫൈഡ് ആയിട്ടുള്ള മാസസ് ആണ്, അപ്പിയറിങ് ഐദർ ഓർ എബോത്ത് ഇൻ ദ കൊറോണൽ ആൻഡ് റാഡിക്കുലർ പോർഷൻ ഓഫ് ദ പൾപ്പ്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ക്രൗൺ പോർഷൻ അല്ലെങ്കിൽ റാഡിക്കുലർ പോർഷനിൽ നമുക്ക് ഈ കാൽസിഫൈഡ് ആയിട്ടുള്ള മാസസ് കാണാൻ പറ്റും. ബോത്ത് രണ്ടിലും കാണാറുണ്ട്. ഇൻ കേസ് ഫങ്ഷണൽ ആസ് വെൽ ആസ് എംബഡഡ് ആയിട്ടുള്ള അൺഇറപ്റ്റ് ടൂത്തിൽ വരെ നമുക്ക് പൾപ്പ് സ്റ്റോൺസ് കാണാനായിട്ട് സാധിക്കും. കമ്മിങ് ഓൺ ടു ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ട്രൂ ഡെൻറ്റൈക്കിൾസ് ഉണ്ട്, ഫോൾസ് ആയിട്ടുള്ള ഡെൻറ്റൈക്കിൾസ് ഉണ്ട്. ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ. ട്രൂലാണെങ്കിൽ നമ്മുടെ ഒഡൻഡോബ്ലാസ്റ്റ് സെൽസ് അതിന് ട്യൂബ്യൂൾസ് അതിനകത്ത് കാണാൻ പറ്റും, ഫോൾസിൽ അത് കാണില്ല. അത്രയുള്ള വ്യത്യാസം. അപ്പോൾ ട്രൂ ഡെൻറ്റൈക്കിൾസ് എന്ന് പറയുന്നതാണ് ഞാൻ പിക്ചർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സിമിലർ ടു ഡെൻറ്റീൻ പോലെ തന്നെ ആയിരിക്കും അവർ, കാരണം അവരിൽ ഡെൻറ്റിനൽ ട്യൂബ്യൂൾസ് കാണാൻ പറ്റും, പ്രോസസ് ഓഫ് ഡെൻഡോബ്ലാസ്റ്റ് കാണാൻ പറ്റും, ഒഡൻഡോബ്ലാസ്റ്റ് കാണാൻ പറ്റും. ആൻഡ് അവർ എവിടേക്കാണ് ട്രൂ ഡെൻറ്റൈക്കിൾസ് കൂടുതൽ
ലൊക്കേറ്റഡ് എന്നറിയോ? എപ്പൈക്കൽ റീജിയനിൽ, അതായത് റാഡിക്കുലർ പോർഷനിൽ ആണ് കൂടുതൽ. എപ്പൈക്കൽ ഫ്രാമനോട് ചേർന്നിട്ടായിരിക്കും കാണുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ട്രൂ ഡെൻറ്റൈക്കിൾസ് ഫോം ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് ദ ഇൻക്ലൂഷൻ ഓഫ് റെമനൻസ് ഓഫ് ഹെർഡ്വിക് എപ്പിത്തീലിയൽ റൂട്ട് ഷീറ്റ് വിത്തിൻ ദ പൾപ്പ്. അതായത് റാഡിക്കുലർ ഡെൻറ്റീൻ ഫോം ചെയ്യുന്നത് എവിടെ നിന്നാണ്? സെർവൈക്കൽ ലൂപ്പിൽ നിന്ന് ഹെർഡ്വിക്സ് എപ്പിത്തീലിയൽ റൂട്ട് ഷീറ്റ് ഫോം ചെയ്ത്, ആ ഹെർഡ്വിക്സ് എപ്പിത്തീലിയൽ റൂട്ട് ഷീറ്റിൽ നിന്നാണ് ഓഡനോബ്ലാസ്റ്റ് സെൽസ് ഫോം ചെയ്ത് അവിടെ നിന്നാണ് ഡെൻറ്റീൻ ഫോം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പൾപ്പ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ ഹെർഡ്വിക്സ് എപ്പിത്തീലിയൽ റൂട്ട് ഷീറ്റിൻ്റെ എന്തെങ്കിലും ഒരു പോർഷൻ നമ്മുടെ ഈ പൾപ്പിൻ്റെ ഉള്ളിൽ അകപ്പെട്ട് പോകുമ്പോൾ ഈ ഹെർഡ്വിക്സ് എപ്പിത്തീലിയൽ റൂട്ട് ഷീറ്റിൻ്റെ പ്രോപ്പർട്ടി എന്താ? ഓഡനോബ്ലാസ്റ്റ് സെൽസ് ഫോം ചെയ്യുക അല്ലേ? അപ്പോൾ അവർ പൾപ്പിൻ്റെ ഉള്ളിൽ കിടന്ന് ഓഡനോബ്ലാസ്റ്റ് സെൽസ് ഫോം ചെയ്യും, അവരതിൻ്റെ ഉള്ളിൽ കിടന്ന് വീണ്ടും ഡെൻറ്റീൻ ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെയാണ് ട്രൂ ഡെൻറ്റൈക്കിൾസ് എന്ന് വിളിക്കുക. ഓക്കെ, അണ്ടർസ്റ്റുഡ്? മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ എപ്പൈക്കൽ റീജിയനിൽ കൂടുതലായിട്ട് കാണുന്നതും റാഡിക്കുലർ ഡെൻറ്റീനിൽ കൂടുതൽ കാണുന്നതും അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ദീസ് ആർ എപ്പിത്തീലിയൽ റെമനൻസ് നമ്മുടെ ഹേഴ്സിൻ്റെ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാണ് ട്രൂ ഡെൻറ്റൈക്കിൾസ് എന്താണെന്ന്. ട്രൂ ഡെൻറ്റൈക്കിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ റൂട്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഈ ഹെർഡ്വിക്സ് എപ്പിത്തീലിയൽ റൂട്ട് ഷീറ്റിൻ്റെ ഒരു പോർഷൻ നമ്മുടെ ഈ പൾപ്പ് ഫോം ചെയ്യുന്ന സമയത്ത് അതിൽ അകപ്പെട്ട് പോവുകയാണ്. അകപ്പെട്ട് പോകുമ്പോൾ ആ ഹേഴ്സിൻ്റെ പ്രോപ്പർട്ടി എന്താ? ഓഡനോബ്ലാസ്റ്റ് സെൽസ് ഫോം ചെയ്യുക, അവരിൽ നിന്ന് ഡെൻറ്റീൻ ഫോം ചെയ്യുക. അപ്പോൾ ഈ പൾപ്പിൻ്റെ ഉള്ളിൽ കിടന്ന് തന്നെ അവർ ഈ പണികളൊക്കെ ഒപ്പിക്കും. അവർ ഓഡനോബ്ലാസ്റ്റ് സെൽസ് ഫോം ചെയ്യും, ഡെൻറ്റീൻ ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു കാൽസിഫിക്കേഷനെയാണ് ട്രൂ ഡെൻറ്റൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കമ്മിങ് ഓൺ ടു ഫാൾസ് ഡെൻറ്റൈക്കിൾസ്. അപ്പോൾ ഫാൾസ് ഡെൻറ്റൈക്കിൾസ് എന്താണെന്ന് വെച്ചാൽ, ഫാൾസ് പൾപ്പ് സ്റ്റോൺസ് എന്താണെന്ന് വെച്ചാൽ അവരിൽ ഈ പറയുന്ന ഡെൻറ്റിനൽ ട്യൂബ്യൂൾസ് ഒന്നും ഉണ്ടാവില്ല, വെറുതെ കാൽസിഫിക്കേഷൻ മാത്രമായിരിക്കും അവർ. ഓക്കെ, എന്തോ ഒരു കാൽസിഫിക്കേഷൻ, അവിടെ ഡെൻറ്റീനും ഇല്ല, ഹേഴ്സ് അകപ്പെട്ടതുകൊണ്ടാണ് അവരുണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ബിക്കോസ് ഇവരുണ്ടാവുന്നത് ഹേഴ്സിൻ്റെ പ്രശ്നം കൊണ്ടല്ല, ഇവരുണ്ടാവുന്നത് വെറുതെ ഒരു കൊളാജൻ ഫൈബേഴ്സിൻ്റെ ഉള്ളിൽ കാൽസിഫിക്കേഷൻ നടക്കുന്നത് കൊണ്ട് പൾപ്പിൽ വരുന്ന ഒരു കാൽസിഫിക്കേഷൻ മാത്രമാണ് ഫാൾസ് ഡെൻറ്റൈക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രൂവും ഫാൾസും തമ്മിൽ ഈ ഒരു വ്യത്യാസമാണ് വരുന്നത്. ഇനി ഇതേ കാൽസിഫിക്കേഷൻ നിങ്ങൾക്ക് ബ്ലഡ് വെസലിൻ്റെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലഡ് വെസൽസ് ഉണ്ടെന്നല്ലേ, അപ്പോൾ ബ്ലഡ് വെസലിൻ്റെ അകത്ത് കാൽസിഫിക്കേഷൻ വരുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലെബോലിത്ത്. ഓക്കെ, സോ ഫ്ലെബോലിത്ത്. അപ്പോൾ ബ്ലഡ് വെസലിൻ്റെ അകത്ത് കാൽസിഫിക്കേഷൻ വരുവാണെങ്കിൽ, അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലഡ് വെസലിനെ ചുറ്റിപ്പറ്റി ആര് കിടപ്പുണ്ട്? ഫൈബ്രോബ്ലാസ്റ്റ് കിടപ്പുണ്ട്. അവരെന്താ വിളിക്കുന്നത്? അവർ വിളിക്കുന്ന പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെരിസൈറ്റ്സ്. ഓർമ്മയുണ്ടോ? അപ്പോൾ ബ്ലഡ് വെസൽസിന് സറൗണ്ടിങ്ങിൽ കിടക്കുന്ന കൊളാജൻ ഫൈബേഴ്സിന് ഫൈബ്രോബ്ലാസ്റ്റിന് വിളിക്കുന്ന പേര് പെരിസൈറ്റ്സ് എന്നായിരുന്നു. ആ പെരിസൈറ്റ്സ് ചിലപ്പോൾ ഈ ബ്ലഡ് വെസലിൻ്റെ അകത്ത് കാൽസിഫിക്കേഷൻ ഇൻഡ്യൂസ് ചെയ്യാം. അപ്പോൾ ആ കാൽസിഫിക്കേഷൻ എന്ന് വിളിക്കുന്ന പേരാണ് ഫ്ലെബോലിത്ത്. അത് ഇമ്പോർട്ടൻറ്റ് MCQ ആണ്. അപ്പോൾ ഈ ഫ്ലെബോലിത്തിൽ നിന്ന് വീണ്ടും ഫാൾസ് ഡെൻറ്റൈക്കിൾസ് ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനും ചാൻസസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ബേസ്ഡ് ഓൺ എവിടെ നിന്നാണ് ഒറിജിൻ്റെ ബേസിൽ നമുക്ക് ട്രൂവും ഫാൾസ് ആയിട്ട് തിരിച്ചു എന്താണ് അതിൽ വരുന്നതെന്ന്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ പ്രസൻസ് എവിടെയാണ് ഈ പൾപ്പ് സ്റ്റോൺസ് വരുന്നത് അതിൻ്റെ ബേസിസിൽ നമുക്ക് അവരെ മൂന്നാക്കി തിരിക്കാം. ഫ്രീ ഡെൻറ്റൈക്കിൾ, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഡെൻറ്റൈക്കിൾ, എംബഡഡ് ആയിട്ടുള്ള പൾപ്പ് സ്റ്റോൺ. ഓക്കെ, ഫ്രീ പൾപ്പ് സ്റ്റോൺ, അറ്റാച്ച്ഡ് പൾപ്പ് സ്റ്റോൺ, എംബഡഡ് ആയിട്ടുള്ള പൾപ്പ് സ്റ്റോൺ. ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചുറ്റിന് വേറെ ആരുമില്ല, പൾപ്പ് മാത്രമേ ഉള്ളൂ. അതാണ് ഫ്രീ ആയിട്ട് കിടക്കുന്ന പൾപ്പ് സ്റ്റോൺ. അവരവിടെ രാജാക്കന്മാരെ പോലെ ഒറ്റയ്ക്ക് അങ്ങ് വിലസുക. ഓക്കെ, അപ്പോൾ ഫ്രീ പൾപ്പ് സ്റ്റോൺ ആണ്. അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അനങ്ങാനൊന്നും പറ്റുന്നില്ല, കാരണം അവർ ഡെൻറ്റീനോട് പൾപ്പുണ്ട് അതിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള ഡെൻറ്റീനോട് ചെറുങ്ങനെ ഒന്ന് അറ്റാച്ച് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ അവർക്ക് വലിയ സ്വാതന്ത്ര്യമൊന്നും ഇല്ല. അപ്പോൾ ദീസ് ആർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള പൾപ്പ് സ്റ്റോൺ. എംബഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അനങ്ങാനേ വിടുന്നില്ല. ഓക്കെ, അവർ പ്രിസണിലാണ്, ദേ ആർ എൻറ്റയർലി സറൗണ്ടഡ് ബൈ ഡെൻറ്റീൻ. അങ്ങനെയാണെങ്കിൽ എംബഡഡ് ആയിട്ടുള്ള പൾപ്പ് സ്റ്റോൺ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫ്രീ പൾപ്പ് മാത്രമേ ഉള്ളൂ സറൗണ്ടിങ്ങിൽ. എന്തെങ്കിലും ഒരു ഹാർഡ് ടിഷ്യൂ, അതായത് ഡെൻറ്റീനോട് അറ്റാച്ച്ഡ് ആവുകയാണെങ്കിൽ അതിന് അറ്റാച്ച്ഡ് പൾപ്പ് സ്റ്റോൺ. ഫുള്ളി വിത്തിൻ ദ ഡെൻറ്റീൻ ആണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് നമ്മൾ എംബഡഡ് ആയിട്ടുള്ള പൾപ്പ് സ്റ്റോൺ. ഇതിൻ്റെ ക്ലിനിക്കലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അതായത് ഈ പൾപ്പ് സ്റ്റോൺ ഉണ്ട്, പ്രസൻസ് ഓഫ് പൾപ്പ് സ്റ്റോൺ, പ്രസൻസ് ഓഫ് free pulp stone, presence of tertiary dentine and a strong mononuclear inflammatory cell infiltrate is indicative of എന്താണെന്ന് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട്. അത് 10K ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ള പിക്ചറാണ്. അത് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ അത് റിപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് കേരിയസ് ലീഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിനിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ പൾപ്പ് സ്റ്റോണിൻ്റെ ഒരു ക്ലിനിക്കൽ ക്വസ്റ്റ്യൻ വരാവുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു ഫ്രീ അല്ലെങ്കിൽ ഫാൾസ് പൾപ്പ് സ്റ്റോൺ. ഒരു ഫ്രീ പൾപ്പ് സ്റ്റോൺ ഉദ്ദേശിക്കുന്നത് വിത്തിൻ ദ പൾപ്പിൽ കാണുന്ന ഫാൾസ് പൾപ്പ് സ്റ്റോൺ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അതായത് അത് ഹേഴ്സിൽ നിന്ന് അറൈവ് ചെയ്തല്ല. അപ്പോൾ ഫ്രീ ആയിട്ട് കിടക്കുന്ന പൾപ്പ് സ്റ്റോൺ,
വിത്ത് പ്രസൻസ് ഓഫ് ടേഴ്സറി ഡെൻറ്റിൻ. ആ പടത്തിൽ ടേഴ്സറി ഡെൻറ്റിൻ കാണുന്നുണ്ട്. ആൻഡ് എ സ്ട്രോങ്, അവിടെ സ്റ്റാർ കൊടുത്തിട്ടില്ല, ആസ്റ്ററിക് മാർക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇൻഫ്ലമേറ്ററി സെൽസ് ആണ് കാണിക്കുന്നത്. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വന്ന ഇൻഡിക്കേറ്റീവ് ഓഫ് എ കേരിയസ് ലീഷൻ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ഇൻഡിക്കേറ്റീവ് ഓഫ് കേരിയസ് ലീഷൻ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സെക്കൻഡ് പിക്ചറിൽ കാണിക്കുന്നത് ഈ പൾപ്പ് സ്റ്റോൺസ് തന്നെ കിടക്കുന്നതാണ്. അതുപോലെ എലോങ് വിത്ത് ദാറ്റ് നെർവ്സും ഒക്കെ കിടക്കുന്ന ഫ്രീ പൾപ്പ് സ്റ്റോൺസിനെയാണ് കാണിച്ചിട്ടുള്ളത്. ഇനി അനദർ ചേഞ്ച് വിച്ച് വി ക്യാൻ സീ ഇൻ പൾപ്പാണ്. ഏജുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ആദ്യം പൾപ്പിൽ ചേമ്പറിൻ്റെ സൈസ് റെഡ്യൂസ് ആവുന്ന പറഞ്ഞു, സെൽസ് റെഡ്യൂസ് ആകാൻ പറഞ്ഞു. അതുപോലെ തന്നെ പൾപ്പിൽ ഫൈബ്രോസിസ് നടക്കുന്നു പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു പൾപ്പ് സ്റ്റോൺസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറയുന്നതാണ് ഡിഫ്യൂസ് ആയിട്ടുള്ള കാൽസിഫിക്കേഷൻസ്. അപ്പോൾ ഇതൊന്നും അല്ലാണ്ട് വെറുതെ കുഞ്ഞു കുഞ്ഞു കാൽസിഫിക്കേഷൻസ് അവിടെ ഇവിടെ റൂട്ട് കനാലുകളിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ നമുക്ക് കാൽസിഫിക്കേഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ആ കുഞ്ഞു കുഞ്ഞു ഏജ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനാണ് വേറെ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഇതൊക്കെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ 60 ഇയർ ഓൾഡ് ആയിട്ടുള്ള ആളുകളുടെ RCD ട്രീറ്റ്മെൻറ്റിൽ വരുന്ന പ്രിക്കോഷൻസിൽ വരുന്നതാണ് ഇതൊക്കെ. കാൽസിഫിക്കേഷൻസ് യൂഷ്വലി ഫൗണ്ട് ഇൻ ദ റൂട്ട് കനാൽ ആൻഡ് ലെസ് ഓഫൺ ഇൻ ദ കൊറോണൽ ഏരിയ. ഓക്കെ, സോ ദീസ് കാൽസിഫിക്കേഷൻസിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. വാട്ട് ഇസ് ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ? കാൽസിഫിക്കേഷൻ യൂഷ്വലി ഫൗണ്ട് ഇൻ ദ റൂട്ട് കനാൽ, ലെസ് ഓഫൺ ഇൻ ദ കൊറോണൽ ഏരിയ. അത് ഡിഫ്യൂസ് കാൽസിഫിക്കേഷൻസ് ആണ്. ഇവരെ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻസ്, ഇറഗുലർ ആയിട്ടുള്ള കാൽസിഫിക്കേഷൻസ്. കുറച്ച് ക്ലിനിക്കൽ കൺസിഡറേഷൻസും കൂടെ ഉൾപ്പെടുത്താണ് കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം PSC എക്സാമൊക്കെ വരികയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടി പറയുകയാണ്. പൾപ്പൈറ്റിസ്, ഫോക്കൽ റിവേഴ്സിബിൾ, ഇപ്പോൾ പൾപ്പായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസീസസ് ഒക്കെയാണ് കൊടുക്കുന്നത് ഞാൻ. പൾപ്പൈറ്റിസ് എന്താ? സ്ലൈറ്റ് ഇൻഫ്ലമേഷൻ പൾപ്പിനാണ് പൾപ്പൈറ്റിസ് എന്ന് വിളിക്കുക. ഫോക്കൽ റിവേഴ്സിബിൾ പൾപ്പൈറ്റിസ്, സ്റ്റിമുലായി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പൾപ്പൈറ്റിസ് നോർമൽ ആവുന്നു. അപ്പോൾ ഫോക്കലി വരുന്നത്. അപ്പോൾ ഫോക്കൽ റിവേഴ്സിബിൾ പൾപ്പൈറ്റിസ്. പിന്നെ പൾപ്പ് പോളിപ്പിൻ്റെ അതർ നെയിം എന്താണെന്ന് ചോദിക്കാറുണ്ട് PSCക്ക്. ക്രോണിക് ഹൈപ്പർപ്ലാസ്റ്റിക് പൾപ്പൈറ്റിസ് ആണ് പൾപ്പ് പോളിപ്പ്. അപ്പോൾ മാക്സിമം എത്രയും കവർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക് എന്ന് ഈ വീഡിയോ വഴി അത് ഞാൻ കവർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ എൻറ്റോ റിലേറ്റ് ചെയ്ത് വരുന്നതൊക്കെയാണ് പൾപ്പുമായിട്ട്. പൾപ്പ് പോളിപ്പ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതർ നെയിം ക്രോണിക് ഹൈപ്പർപ്ലാസ്റ്റിക് പൾപ്പൈറ്റിസ് ആണ്. ഇൻറ്റേർണൽ റിസോപ്ഷൻ വരാറുണ്ട് പൾപ്പിൽ. അതിൻ്റെ അതർ നെയിം എന്താ? പിങ്ക് ടൂത്ത് ആണ്. ഇൻറ്റേർണൽ റിസോപ്ഷൻ പിങ്ക് ടൂത്ത് ആണ്. അപ്പോൾ എല്ലാ ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സിനും ഷേപ്പ് ഓഫ് ദ പൾപ്പ് ചേമ്പർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു യങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ നമ്മളെപ്പോഴും പൾപ്പ് ക്യാവിറ്റി പ്രിപ്പയർ ചെയ്യുമ്പം അത് നമ്മളെപ്പോഴും വൈഡർ ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഹസാർഡസ് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെയാണ് വീണ്ടും ഞാൻ ഒന്നുകൂടെ നോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. പൾപ്പ് ചേമ്പർ ചെറുതാവും തോറും നമ്മൾ കനാൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഏറ്റവും സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള നമ്മൾ 6, 8, 10 തന്നെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പൾപ്പ് സ്റ്റോൺസ് ലൈങ് അറ്റ് ദ അപ്പൈക്കൽ ഓഫ് ദ റൂട്ട് കനാലിലാണ് അല്ലെങ്കിൽ കൺസിഡറബിൾ ആയിരിക്കില്ല. അപ്പോൾ കനാലിൽ ലൊക്കേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ പൾപ്പ് സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി പ്രൊസീജിയേഴ്സും എല്ലാം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ പൾപ്പ് ക്യാപ്പിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൾപ്പ് ക്യാപ്പിംഗ് നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള, മിനിമലി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആക്സിഡൻ്റലി നമ്മൾ പൾപ്പ് ക്യാപ്പിംഗ് ചെയ്യുമ്പോൾ എക്സ്പോസ്ഡ് പൾപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ലീഡ് ടു ഫോർമേഷൻ ഓഫ് ഡെൻറ്റിൻ ബാരിയർ ഓർ ബ്രിഡ്ജ് ആൻഡ് ഇറ്റ് വിൽ മെയിൻറ്റെയിൻ ദ പൾപ്പിൻ്റെ വൈറ്റാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പൾപ്പ് ക്യാപ്പിംഗ്. അതിന് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡും MTU ആണ്. ഓക്കെ, MTU അതുപോലെ തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ് പൾപ്പ് ക്യാപ്പിങ്ങിന് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ മിനിമലായിട്ടുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കേസസിൽ എക്സ്പോസ്ഡ് പൾപ്പിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡും MTU. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഇൻ ഹിസ്റ്റോളജി ഓഫ് പൾപ്പ്. അപ്പോൾ താങ്ക്സ് എ ലോട്ട്. അപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യുക കേട്ടോ. ഹിസ്റ്റോളജി ഓഫ് പൾപ്പാണ് എന്തെങ്കിലും പൾപ്പ് കുഞ്ഞ് പോർഷൻ ആണെങ്കിലും ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കാര്യം എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റണം. മാക്സിമം റിവൈസ് ചെയ്യുക. ടെൻഷൻ അടിക്കാണ്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സ്റ്റേ ഹെൽത്തി. ഓക്കെ, താങ്ക് യു.